അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു വസാറ അലാ നഹ്ജിഹി വതമസ്സക ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 99-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ വലഖദ് തീർച്ചയായുമുണ്ട്, അൻസൽനാ നാം ഇറക്കിയിട്ടുണ്ട്, ഇലൈക നിനക്ക്, ആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്ത് സുവ്യക്തങ്ങളായ, വമാ യക്ഫുറു അവിശ്വസിക്കുകയില്ല താനും, ബിഹ അവയിൽ, ഇല്ലൽ ഫാസിഖൂൻ തോന്നിയവാസികൾ അല്ലാതെ. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം, തീർച്ചയായും നിനക്ക് നാം സുവ്യക്തങ്ങളായ പല ദൃഷ്ടാന്തങ്ങൾ ഇറക്കി തന്നിട്ടുണ്ട്, തോന്നിയവാസികളല്ലാതെ അവയിൽ അവിശ്വസിക്കുകയില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്, അതായത് സൂറത്തുൽ ബഖറയിലെ ഈ 99-ാമത്തെ ആയത്ത് അവതരിക്കാനിടയായ ഒരു പശ്ചാത്തലം, അത് എന്താണ് എന്ന് ഇമാം തൊബരി റഹിമഹുള്ള വിശദീകരിക്കുന്നത്, പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു സൂരിയ എന്ന് പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ഞങ്ങൾക്ക് വ്യക്തമായ എന്തെങ്കിലും ഒരു തെളിവ്, അള്ളാഹു താങ്കൾക്ക് ഇറക്കിത്തന്ന എന്തെങ്കിലും ഒരു തെളിവ് ഞങ്ങൾക്ക് കൊണ്ടുവന്നാൽ എങ്കിൽ ഞങ്ങൾ താങ്കളുടെ മാർഗം സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചു എന്നാണ് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത്, തീർച്ചയായും നിനക്ക് നാം സുവ്യക്തങ്ങളായ പല ദൃഷ്ടാന്തങ്ങളും ഇറക്കി തന്നിട്ടുണ്ട്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും നിനക്ക് നാം സുവ്യക്തങ്ങളായ പല ദൃഷ്ടാന്തങ്ങളും ഇറക്കി തന്നിട്ടുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയാത്തിൻ ബയ്യിനാത്ത് സുവ്യക്തങ്ങളായ ദൃഷ്ടാന്തങ്ങൾ, അത് യഹൂദികൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം തെളിയിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിരുന്നു എന്നാണ് തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് ചർച്ച ചെയ്തിടത്ത് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് ഇമാം തൊബരി റഹിമഹുല്ലയുടെ വിശദീകരണം എടുത്തു കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. ആ വിശദീകരണത്തിന്റെ ഒരു ചുരുക്കം പറയുകയാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത്, ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത തെളിവുകളാണ് എന്ന്. യഹൂദികൾക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ ഈ യഹൂദികൾക്കിടയിലെ പണ്ഡിതന്മാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ, അത് ഒരു അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുന്നത്, അത് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവാൻ പര്യാപ്തമാകുന്ന തെളിവുകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികൾ, അവർ അവരുടെ മുൻഗാമികളായ ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള അവരുടെ കഴിഞ്ഞുപോയ ചരിത്ര സംഭവങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കേൾക്കുകയാണ്. അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ അറിയാത്ത, മുൻകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് വായിച്ചു പഠിച്ച ഒരു അനുഭവം പോലും ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം യഹൂദികളുടെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ആ വേദഗ്രന്ഥത്തിൽ അടങ്ങിയ സത്യസന്ധമായ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ യഹൂദികൾ അതിൽ കൈക്കടത്തിയതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ
ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനി ഇത്രയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തിട്ട് ആ പ്രവാചകനിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിയും വിവേകവുമുള്ള ആളുകളുടെ സ്വഭാവമല്ല, മറിച്ച് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, തോന്നിയവാസികളല്ലാതെ അവയിൽ അവിശ്വസിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 99-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോട് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം അയച്ചു തന്ന ഈ ആയത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ. സൂറത്തുൽ ബഖറയിലെ 99-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ചെറിയ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി വലഖദ്, ദാലിൻ്റെ മേലെ സുക്കൂൻ വന്നത് കൊണ്ട് തന്നെ കൽക്കല ചെയ്യേണ്ടതാണ്. അൻസൽന, സുക്കൂനുള്ള നൂനിന് ശേഷം സായി വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ ഉദാഹരണമാണ് ഇത്. അൻസൽന ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അൻസൽനാ ഇലൈക, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. 4-5 ഖദ്ർ ദീർഘിപ്പിക്കണം. 4-5 ഖദ്ർ എന്ന് പറയുമ്പോൾ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് ഉദ്ദേശ്യം. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ഈ ദീർഘത്തിൻ്റെ പേര്. ആയാതിൻ ബയ്യിനാത്ത്, തൻവീന് ശേഷം ബാ വന്നു. അൽ ഇഖ്ലാബാണ് അല്ലെങ്കിൽ അൽ ഖൽബാണ് ഇവിടെ നിയമം. തൻവീനിൻ്റെ ശബ്ദം മീമിൻ്റെ സ്വരമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, അവിടെയും അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. ബിഹാ അലിഫിന് ശേഷം ഹംസ് വന്നു. 2 വാക്കുകളിലായി 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ.